6.4.2 പ്രോപ്പർട്ടി പറയുന്നത് ക്യൂ എന്ന് പറയുന്നത് ഐ മൈനസ് പി ആണ്. ഇതൊരു പ്രൊജക്ഷനാണ്. പി എന്ന് പറയുന്നത് ഒരു പ്രൊജക്ഷനാണ്, ക്യൂ എന്ന് പറയുന്നത് ഒരു പ്രൊജക്ഷനാണ്. പ്രൊജക്ഷൻ ആണെങ്കിൽ നമുക്ക് എന്താ എഴുതാൻ പറ്റും? ക്യൂ സ്ക്വയർ ഈക്വൽ ടു ക്യൂ എന്ന് എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ പീൻ്റെ ഇമേജ് കേർണലിൻ്റെ ക്യൂ ആയിരിക്കും, പീൻ്റെ കേർണൽ ക്യൂവിൻ്റെ ഇമേജ് ആയിരിക്കും എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. അതിനെന്താ ചെയ്യുന്നതെന്ന് അറിയോ? നമ്മൾ ഇമേജ് പിയിൽ നിന്ന് ഒരു എക്സ് എടുക്കുന്നു, എക്സ് ബിലോങ്സ് ടു ഇമേജ് പി. അങ്ങനെയാണെങ്കിൽ നമുക്ക് പി എക്സ് ഈക്വൽ ടു എക്സ് എന്ന് എഴുതാലോ അല്ലേ? എക്സ് എന്ന് പറയുന്ന ഒരാളെടുത്തിട്ട് അതിൻ്റെ പി ചെയ്യുമ്പോൾ, അതിനെ പി എന്ന് പറയുന്ന പ്രൊജക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഐഡൻറ്റിറ്റി ആയിട്ട് എക്സ് തന്നെ കിട്ടും. നമുക്കറിയാം പി റെസ്ട്രിക്റ്റഡ് E1 എന്ന് പറയുന്നത് എന്താണ്? ഐഡൻറ്റിറ്റി ഓഫ് E1 ആണെന്ന് നമുക്കറിയാം. ഈ പ്രോപ്പർട്ടി വെച്ചിട്ടാണ് നമുക്കിത് പറയുന്നത്. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് എക്സ് മൈനസ് പി എക്സ് ഈക്വൽ ടു 0 എന്ന് എഴുതിക്കൂടെ? ഇനി എക്സിനെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഐ മൈനസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് വരും. എന്ന് വെച്ചാൽ ഐ മൈനസ് പി എന്ന് പറയുന്നത് ഐ മൈനസ് പീൻ്റെ കേർണൽ എക്സിലുണ്ടാവും. എക്സ് എന്ന് പറയുന്നത് ഐ മൈനസ് പീൻ്റെ കേർണലുണ്ടാവും. അപ്പോൾ നമ്മൾ ഐ മൈനസ് പീനെല്ലാം നമ്മൾ ക്യൂ എന്ന് പറഞ്ഞാൽ അപ്പോൾ എക്സ് ബിലോങ്സ് ടു കേർണൽ ഓഫ് ക്യൂ. അപ്പോൾ നമ്മൾ ഇത് മുഴുവൻ ഈഫ് ആൻഡ് ഉള്ള ഈഫ് കണ്ടീഷനാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയും? എക്സ് ഇമേജ് ഓഫ് പിയിലുണ്ടെങ്കിൽ എക്സ് കേർണൽ ഓഫ് ക്യൂവിലുണ്ടാവും. അപ്പോൾ നേരെ തിരിച്ച് ചെയ്താൽ എക്സ് കേർണൽ ഓഫ് ക്യൂ ഉണ്ടെങ്കിൽ എക്സ് ഇമേജ് ഓഫ് പിയിലുണ്ടെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇമേജ് ഓഫ് പി ഈക്വൽ ടു കേർണൽ ഓഫ് ക്യൂ എന്ന് കിട്ടി. ഇനി നമുക്ക് എന്താ കാണിക്കേണ്ടത്? കേർണൽ ഓഫ് പി ഈക്വൽ ടു ഇമേജ് ഓഫ് ക്യൂ എന്ന് കാണിക്കണം. അതിനെന്തെടുക്കുക? പിയിൽ നിന്ന് കേർണൽ ഓഫ് പിയിൽ നമ്മളൊരു എക്സ് എടുക്കുന്നു. അപ്പോൾ നമുക്ക് പീനെ എങ്ങനെ എഴുതാം? ഐ മൈനസ് ക്യൂ എന്ന് എഴുതാമല്ലോ. കാരണം എന്താ? നമ്മൾ ക്യൂനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തത്? ക്യൂ ഈക്വൽ ടു ഐ മൈനസ് പി എന്നാണ്. അപ്പോൾ നമുക്ക് പീനെ എങ്ങനെ എഴുതാം? പി ഈക്വൽ ടു ഐ മൈനസ് ക്യൂ എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് കേർണൽ ഓഫ് ഐ മൈനസ് ക്യൂലുള്ള. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് ഓഫ് ഐ മൈനസ് ക്യൂ ഈക്വൽ ടു 0 എന്ന് എഴുതാൻ പറ്റും. ഇതിനെ നമുക്ക് എക്സ് മൈനസ് ക്യൂ എക്സ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. അഥവാ എക്സ് ഈക്വൽ ടു ക്യൂ എക്സ്. എക്സ് ഈക്വൽ ടു ക്യൂ എസ് എന്ന് പറയുമ്പോൾ ഈ പ്രോപ്പർട്ടി വെച്ചിട്ട് തന്നെ പി റെസ്ട്രിക്റ്റഡ് E1 ഈക്വൽ ടു ഐഡൻറ്റിറ്റി ഓഫ് E1 എന്ന് പറയുന്ന ഈ പ്രോപ്പർട്ടി വെച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റും? എക്സ് ഇമേജ് ഓഫ് ക്യൂവിലുള്ളത് എന്ന് പറയാൻ പറ്റും.